ഇത് എൻ്റെ ഭാര്യയാണ് കൃഷ്ണപ്രിയ. കൂടെ നിന്ന് സ്ത്രീ പ്രിയയെ ചൂണ്ടിയപ്പോൾ നിരഞ്ജൻ പറഞ്ഞു. ദൈവമേ, ഭാര്യയാണെന്ന് ഒരു തവണയെങ്കിലും പറഞ്ഞല്ലോ എന്ന് അവൾ സമാധാനിച്ചു. പുറത്തേക്ക് പോയ നഴ്സിൻ്റെ കൂടെ ഒരാൾ കൂടി റൂമിലേക്ക് വന്നു. ഡോക്ടർ എത്തിയല്ലോ എന്ന് പറഞ്ഞ് നിരഞ്ജൻ എഴുന്നേറ്റ് അയാൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തു. മയക്കത്തിലാണ് നീലിമ, എങ്കിലും വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോടാ നിരഞ്ജൻ. ഡോക്ടർ പറഞ്ഞതും അവൻ ആശ്വാസത്തോടെ ഒന്ന് പുഞ്ചിരി തൂകി. നീലിമ എന്ന പേര് പ്രിയയുടെ മനസ്സിൽ പതിഞ്ഞു. നീലിമ ചിലപ്പോൾ കണ്ണു തുറക്കും കേട്ടോ, ഡോക്ടർ പറഞ്ഞു. നീലിമ, അവൻ പതിയെ അവളുടെ അടുത്ത് എത്തിയിട്ട് വിളിച്ചു. രണ്ടാമത്തെ വിളിയിൽ ആ പെൺകുട്ടി ചാടി എഴുന്നേറ്റു. ബെഡ്ഷീറ്റ് മാറ്റിയപ്പോഴാണ് അവൾ കണ്ടത് നീലിമയുടെ വയർ ചെറുതായി വീർത്തിരിക്കുന്നു. എൻ്റെ ഗുരുവായൂരപ്പ, ഈ കുട്ടി ഗർഭിണിയാണല്ലോ എന്ന് പ്രിയ ഓർത്തു. ദൈവമേ, ഇതാണോ നിരഞ്ജൻ പറഞ്ഞ പെൺകുട്ടി? ഒരു നിമിഷം കൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. സച്ചു, നീ എന്താ വരാൻ വൈകിയതെന്ന് ചോദിച്ചുകൊണ്ട് അവൾ നിരഞ്ജന്റെ രണ്ടോ തോളത്തും പിടിച്ച് ശക്തമായി കുലുക്കി. നമ്മുടെ വാവ എന്ന് പറഞ്ഞവൾ അവന്റെ കൈ എടുത്ത് അവളുടെ വയറിന്മേൽ വെച്ച്. നിരഞ്ജൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. പ്രിയക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. അവൾ കട്ടിലിന്റെ കമ്പിൽ മുറുക്കെ പിടിച്ചു. നീലിമ ഒരുപാട് കാര്യങ്ങൾ അവനോട് ചോദിക്കുന്നുണ്ട്. അവൻ അവളോട് ഒരു കൊച്ചുകുട്ടിയോട് എന്ന പോലെ മറുപടിയും പറയുന്നുണ്ട്. നീലിമ അബ്നോർമൽ ആണെന്ന് പ്രിയക്ക് സംശയം തോന്നി. അപ്പോഴാണ് നീലിമ പ്രിയയെ കണ്ടത്. ഇതാരാ സച്ചു? അവൾ ചോദിച്ചു. ഇത് സച്ചുവിൻ്റെ ഭാര്യയാണ് മോളെ, ഡോക്ടർ മറുപടി പറയുകയും നീലിമയുടെ ഭാവം ആകെ മാറി. മേശയിലിരുന്ന ഗ്ലാസ് എടുത്ത് നീലിമ പ്രിയയെ ലക്ഷ്യമാക്കി ഒറ്റ ഏറായിരുന്നു. പ്രിയ ഒഴിഞ്ഞു മാറിയില്ലായിരുന്നെങ്കിൽ അവളുടെ നെറ്റി പൊട്ടി ചോര ചിന്തിയേനെ. ഇടിയെന്നലറിയും വിളിച്ചുകൊണ്ട് നീലിമ പ്രിയയുടെ അടുത്തേക്ക് പോകാൻ ഭാവിച്ചു. അപ്പോഴേക്കും നഴ്സ് അവളെ വട്ടം പിടിച്ചു. ഡോക്ടർ പ്രിയയും കൂട്ടി പുറത്തേക്ക് പോകാൻ നിരഞ്ജനോട് പറഞ്ഞു. അവൻ വേഗം പ്രിയയുടെ കയ്യിൽ കടന്നു പിടിച്ചു പുറത്തേക്ക് നടന്നു. സച്ചു, പോകലേടാ, എന്നിട്ടിട്ട് പോകലേടാ, നമ്മുടെ വാവക്ക് ആരാടാ ഉള്ളത്? നീലിമ എന്തൊക്കെയോ വിളിച്ചു കൂവി. കാർ പാർക്കിങ്ങിൽ വന്ന് നിരഞ്ജൻ വണ്ടി സ്റ്റാർട്ടാക്കി. പ്രിയ ഒന്നും മിണ്ടാതെ വണ്ടിയിലിരിക്കുകയാണ്. നിരഞ്ജന്റെ മുഖത്തേക്ക് നോക്കിയതും പ്രിയ കണ്ടു. അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി ഇറങ്ങുന്നു. ഏട്ടൻ കരയുകയാണോ? പ്രിയക്കും ചങ്കു പൊട്ടി. ഏട്ടൻ പറഞ്ഞ പെൺകുട്ടി ഇതാണോ? ഒടുവിൽ അവൾ ചോദിച്ചു. അതെ, അവൻ തലയാട്ടി. അപ്പോഴും അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി വന്നു. ഏട്ടൻ എൻ്റെ കാര്യം ഓർത്തു വിഷമിക്കേണ്ട. ആ കുട്ടിയെ ഏട്ടൻ സ്വന്തമാക്കണം. സ്വബോധം നഷ്ടപ്പെട്ട ആ കുട്ടിയുടെ മനസ്സിൽ നിറയെ സച്ചു എന്നൊരു നാമം മാത്രം ഉള്ളൂ. അവിടെ ഒരിക്കലും വിഷമിക്കേണ്ട. പാവം, ഒന്ന് നിർത്തുന്നുണ്ടോ? പ്രിയ വാ തുറന്നാൽ പറയുന്നതും എന്നെ ഉപേക്ഷിക്കൂ, ഞാൻ പൊയ്ക്കോളാം എന്നാണ്. ഒന്ന് മതിയാക്കിക്കൂടെ പ്രിയ? നിരഞ്ജൻ പ്രിയെ നോക്കി പറഞ്ഞു. പിന്നെ ഞാൻ എന്താണ് പറയേണ്ടത്? എന്നെ സ്വീകരിക്കണമെന്ന്. ഏട്ടനോട് പറയാനുള്ള യോഗ്യത എനിക്കില്ലെന്ന് ആണ് മനസ്സിലായത്, പ്രിയ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ പ്രിയ കരയുന്നില്ല. അവളുടെ ശബ്ദം ഇടറിയുമില്ല. നീയും കൂടെ ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എന്തു ചെയ്യും പ്രിയ? ഏട്ടൻ എന്നെ ഓർത്ത് സങ്കടപ്പെടേണ്ട. ആ പാവം കുട്ടി, ഞാൻ എന്നും ഈ ലോകത്തെ ഏകാണ്. എനിക്ക് അത് വിഷമം ഒന്നും ഇല്ല ഏട്ടാ. ആ കുട്ടിക്ക് പ്രിയ പ്ലീസ്. അവൻ വേഗം മുറി വിട്ട് ഇറങ്ങിപ്പോയി. പ്രിയ വേഗം വാഷ്റൂമിൽ കയറി. ശബ്ദം ഇല്ലാതെ അവൾ തേങ്ങി. ഒന്നുറക്കെ കരയുവാൻ അവളുടെ മനം വെമ്പി. എൻ്റെ കണ്ണ, ഇനിയും കഴിഞ്ഞില്ല ഈ ഇവളോടുള്ള പരീക്ഷണം. മുൻജന്മ പാപത്തിന്റെ ഫലമാണോ? ഇനിയും പരീക്ഷണം ഏറ്റുവാങ്ങാൻ ഈ ജന്മം ബാക്കി. വെറുതെ പാവം ഏട്ടനെ വിഷമിപ്പിക്കേണ്ട. എന്താണ് കാര്യം എന്ന് അറിഞ്ഞു അതിൻ്റെ ബാക്കി നോക്കാം, അവൾ തീരുമാനിച്ചു. കുറച്ചു സമയം കഴിഞ്ഞു നിരഞ്ജൻ മുറിയിലേക്ക് വന്നു. പ്രിയയുടെ അതരങ്ങൾ വിറകൊള്ളുകയാണ് അവന് തോന്നി. എന്തൊക്കെയോ പറയാൻ ഉള്ളതുപോലെ. എന്താണ് പ്രിയ? ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ ഏട്ടൻ ക്ഷമിക്കണം. എന്തുകൊണ്ടാണ് ഏട്ടനും നീലിമയും ഒന്നിച്ചു കഴിയാഞ്ഞത്? ആ പാവം പെൺകുട്ടിയെ എന്തിനാണ് ഇങ്ങനെ ഇവിടെ? ഏട്ടനെ കൊണ്ടുപോകാൻ വയ്യേ കോവിലകത്തേക്ക്? പ്രിയാവൻ്റെ മുഖത്തേക്ക് നോക്കി. താൻ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ചുമ്മാ വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയാതെ നീ. എന്താണ് എന്നാൽ പിന്നെ അത് എന്താണ് എന്നോട് പറയൂ ഏട്ടാ. അതൊക്കെ പറയണമെങ്കിൽ കുറച്ച് വർഷങ്ങൾ പിന്നോട്ട് പോകണം പ്രിയ. നിരഞ്ജൻ ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് എഴുന്നേറ്റു. നിരഞ്ജൻ ജനലിൻ്റെ ഒരറ്റത്ത് പോയി നിന്നു. വെളിയിലേക്ക് അവൻ ദൃഷ്ടി ഊന്നി. അവൻ്റെ ഓർമ്മകൾ പുറകോട്ട് സഞ്ചരിക്കുകയാണ്. പ്രിയ, അവൻ വിളിച്ചപ്പോൾ പ്രിയ മുഖം ഉയർത്തി നിരഞ്ജനെ നോക്കി. ഇവിടെ വരൂ, എൻ്റെ അടുത്തേക്ക്. പ്രിയ അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഞാൻ നിന്നെ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും വഞ്ചിച്ചിട്ടില്ല. നിന്നെ എന്നല്ല, ആരെയും. എനിക്ക് അങ്ങനെ സാധിക്കില്ല. പിന്നെ ഈ സംഭവിച്ചതൊക്കെ, അതൊക്കെ നീ അറിയണം. അറിയേണ്ട സമയം ആയിരിക്കുന്നു, അവൻ പറഞ്ഞു തുടങ്ങി. ബാംഗ്ലൂരിൽ ആയിരുന്നു ഞാൻ എഞ്ചിനീയറിംഗ് ചേർന്നത്. അവിടെ ത്രയംബിക വല്യമ്മയുടെ അനുജത്തിയുടെ വീട്ടിൽ നിന്നായിരുന്നു ഞാൻ പഠിച്ചത്. അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണ്ട എന്നായിരുന്നു ഇവിടെ അച്ഛൻ്റെയും അമ്മയുടെയും തീരുമാനം. ഞാനത് അക്ഷരം പ്രതി അനുസരിച്ചു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കോളേജിൽ പോയി വരികയായിരുന്നു. ആദ്യമായി കോളേജിൽ ചെന്ന് എനിക്ക് കിട്ടിയ നല്ലൊരു സുഹൃത്തായിരുന്നു നീലിമ വാസുദേവ്. എന്നോട് അവൾ പെട്ടെന്ന് തന്നെ ഫ്രണ്ട്ഷിപ്പായി. തന്നെപ്പോലെ അവൾ നൃത്തത്തിലും സംഗീതത്തിലും ഒക്കെ നല്ല കഴിവുള്ളൊരു കുട്ടിയായിരുന്നു. എല്ലാവർക്കും പ്രിയപ്പെട്ടവൾ ആയിരുന്നു നീലിമ. നന്നായിട്ട് പഠിക്കുകയും ചെയ്യുമായിരുന്നു അവൾ. ആരോടും പെട്ടെന്ന്
എന്നോട് എന്തോ വല്ലാത്ത സ്നേഹമായിരുന്നു അവൾക്ക്. എപ്പോഴും എൻ്റെ അടുത്ത് വരും, സംസാരിക്കും, ഞങ്ങൾ പുറത്തു പോകും, ഭക്ഷണം കഴിക്കും. വളരെ നല്ലൊരു പെൺകുട്ടി. അങ്ങനെ അവളും ഞാനും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. എല്ലാവരും ഞങ്ങളെ സംശയദൃഷ്ടിയോട് നോക്കുമ്പോഴും അവൾക്ക് ഞാൻ പിറക്കാതെ പോലെ കൂടപ്പിറപ്പായി മാറുകയായിരുന്നു. എൻ്റെ ദേവികയും രേണുവിനെയും ഒക്കെ പോലെ ഞാൻ അവളെ കണ്ടിരുന്നുള്ളൂ. അവളും തിരിച്ചു അങ്ങനെ. പ്രിയ ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയാണ്. അവളുടെ അമ്മ ഉണ്ടാക്കി തരുന്ന പുലാവും തൈര് വടയും പൊങ്കലും ഒക്കെ കഴിക്കാൻ ഞാൻ അവളുടെ വീട്ടിൽ ഇടയ്ക്കെല്ലാം പോകുമായിരുന്നു. അവളുടെ അമ്മയും അച്ഛനും ഒക്കെ എന്നെ കാത്ത് ഉമ്മറത്ത് കാണും. അവർക്കെല്ലാം എന്നെ വളരെ സ്നേഹമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൾ എന്നോട് വന്നൊരു കാര്യം പറഞ്ഞു. അവളുടെ അമ്മാവിൻ്റെ മകൻ ശിവക്ക് അവളെ ഇഷ്ടമാണെന്ന്. ശിവ MBA കഴിഞ്ഞിട്ട് ഒരു കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അവനൊരു സഹോദരിയും അമ്മയും മാത്രമുള്ളൂ. പണ്ട് മുതൽ ശിവക്ക് അവളെ നോട്ടമുണ്ടായിരുന്നെന്നും അപ്പോൾ ശിവയെ കണ്ടാൽ ഒട്ടും ഗ്ലാമറിലായിരുന്നെന്നും ഇപ്പോൾ അവനൊരു ഫ്രീക്കൻ പയ്യനായി മാറിയെന്നും ഞാൻ ഒന്ന് നോക്കട്ടെ എന്നുമൊക്കെ അവൾ പറഞ്ഞു. അങ്ങനെ എല്ലാം അവൾ ശിവയെക്കുറിച്ച് വാചാലയായി. എൻ്റെ അഭിപ്രായം അറിയാനായിരുന്നു അവൾ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഞാൻ ഇക്കാര്യത്തിൽ നോ പറഞ്ഞാലും ശരി, നീലിമക്ക് ശിവയെ പിരിയാൻ സാധിക്കില്ല എന്ന അവളുടെ വാക്കുകൾ കൂടി എനിക്കറിയാമായിരുന്നു. എന്നാലും ഞാൻ പറഞ്ഞു, അവനെ ശരിക്കും മനസ്സിലാക്കിയിട്ടു നിന്റെ വീട്ടിൽ നീ കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ, എന്നിട്ട് വീട്ടുകാരുടെ സമ്മതം അറിയും മുന്നോട്ട് പോകുവാൻ. പക്ഷെ അവൾക്ക് അപ്പോഴേക്കും അവൻ ഇല്ലാണ്ട് പറ്റൂല എന്ന എനിക്ക് അവളുടെ ഓരോ വാചകങ്ങളിൽ കൂടി വ്യക്തമായി മനസ്സിലായി. അങ്ങനെ ചുരുങ്ങിയ നാൾ കൊണ്ട് അവളുടെ പ്രണയം പൂത്തു തളിർത്തു. പല സ്ഥലങ്ങളിലും അവർ രണ്ടുപേരും കറങ്ങി നടന്നു. അവർ ആസ്വദിക്കുകയായിരുന്നു അവരുടെ പ്രണയ കാലഘട്ടം. നമ്മുടെ നാട് പോലെ അല്ല പ്രിയ. ബാംഗ്ലൂരിൽ ഒക്കെ രാത്രിയിലും പെൺകുട്ടികൾ പകൽ നടക്കുന്നത് പോലെയാണ് നടക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു. എല്ലാവരും പിരിഞ്ഞു. ഞാൻ ഇടയ്ക്കെല്ലാം നീലിമയെ ഫോൺ ചെയ്യും, വിശേഷങ്ങൾ പങ്കുവെക്കും. അങ്ങനെ ഞങ്ങളുടെ സൗഹൃദം ഇടയ്ക്കൊക്കെ ചെറുതായി ചുരുങ്ങി. ശിവയുമായിട്ടുള്ള ബന്ധം വീട്ടിൽ അറിഞ്ഞ നീലിമയുടെ മാതാപിതാക്കൾ ആദ്യം എതിർത്തെങ്കിലും ഒടുവിൽ അവളുടെ ഇഷ്ടം അതാണെന്നോർത്തുകൊണ്ട് പിന്നീട് സമ്മതം പറഞ്ഞു. അങ്ങനെ അവരുടെ വിവാഹം വരെ ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ദിവസം എനിക്ക് ബാംഗ്ലൂരിൽ പോകേണ്ട ആവശ്യമുണ്ടായി. അവളെ വിളിച്ചറിയിച്ചപ്പോൾ അവൾക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞങ്ങൾ ഒരുപാട് നാളുകളായിരുന്നു പരസ്പരം കണ്ടിട്ട്. അപ്പോൾ ഞാനും കരുതി അവളെ ഒന്ന് കണ്ട് വിളിച്ച് സംസാരിക്കാം എന്നൊക്കെ. എൻ്റെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ അവളെ വിളിക്കണമെന്ന് പറഞ്ഞു അവൾ ഫോൺ കട്ട് ചെയ്തു. ഇടയ്ക്ക് സമയം കിട്ടിയപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു, രാത്രി 9 മണിയാകുമ്പോൾ സുഭാഷ് സ്ട്രീറ്റിൽ വന്ന് നിൽക്കാൻ. അവളാണെങ്കിൽ ഓക്കെ പറയുകയും ചെയ്തു. ഒരു ഓട്ടോ വന്നപ്പോൾ അതിൽ കയറി അവൾ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വരാനായിരുന്നു തീരുമാനിച്ചത്. ഒരു വിജനമായ സ്ഥലത്തെത്തിയപ്പോൾ ടയർ പഞ്ചറായി കിടക്കുകയാണെന്ന് അവൾ എന്നെ വിളിച്ചു പറഞ്ഞു. വേറെ ഓട്ടോ കിട്ടിയെങ്കിൽ നീ തിരിച്ചു പോയി കാണാനും പിന്നീട് ഒരിക്കൽ കാണാമെന്ന് ഞാൻ അവളോട് പറഞ്ഞതാ. നീലമയും പറഞ്ഞു എങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന്. അന്നത്തെ അരച്ചിലും നടപ്പും ഒക്കെ കാരണം ഞാൻ ആകെ മടുത്തു പോയിരുന്നു. റൂമിൽ എത്തിയ പാടെ കിടന്നുറങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസം ന്യൂസ് പേപ്പർ വന്നപ്പോൾ വാർത്ത കണ്ട് ഞാൻ ഞെട്ടിയത്. നീലിമയെ ആരോ ഒരാൾ റേപ്പ് ചെയ്തു. അത്യാസന്ന നിലയിൽ അവൾ ഹോസ്പിറ്റലിൽ ആണെന്ന്. ശരിക്കും ഞാൻ വിറച്ചു പോയി. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. അവിടെ ചെന്നപ്പോൾ മീഡിയാസ് എല്ലാം ഉണ്ട്. നീലിമയുടെ അമ്മയും അച്ഛനും എല്ലാം കണ്ണീരോടെ നിൽക്കുന്നു. ആർക്കും കാണാൻ പോലും പറ്റില്ലായിരുന്നു അവളെ. 1 മാസം എടുത്തു അവൾക്ക് ശരിക്കും ബോധം പോലും വരാൻ. പക്ഷെ ഒരു മാനസിക രോഗിയെ പോലെ ആയിരുന്നു പിന്നീട് അവൾ. എന്നെ കാണുവാൻ ഉള്ള ആവശ്യത്തിൽ അവൾ അപ്പോൾ അതുവഴി വന്ന ഒരു കാറിനു കൈ കാണിച്ചു. അതിൽ കയറി അവൾ പോന്നു. അപ്പോഴാണ് അവളെ നിലയിലാക്കിയത്. അത് പറയുമ്പോൾ നിരഞ്ജന്റെ വാക്കുകൾ വിറച്ചു. ആ ഓട്ടോക്കാരൻ പാഞ്ഞാണ് കാർ നമ്പറും അതിൻ്റെ ഉടമസ്ഥയും പിടിച്ചത്. അവിടെ തന്നെ ഉള്ള ഏതൊരു വലിയ വീട്ടിലെ പയ്യനായിരുന്നു ഇത് ചെയ്തത്. ഇതറിഞ്ഞ നീലിമയുടെ സഹോദരൻ പോയി അവനെ കാണുവാനായി. അവൻ അപ്പോൾ ഏതൊരു കോഫി ഷോപ്പിലായിരുന്നു. അവിടെ ചെന്ന് ഇവർ തമ്മിൽ ഏറ്റുമുട്ടി വഴക്കുമൂത്തു. ഒടുവിൽ അവനെ നീലിമയുടെ സഹോദരൻ കൊലപ്പെടുത്തി. തൻ്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞ് അവനെ കൊന്നിട്ട് അങ്ങനെ അയാൾ ഒടുവിൽ പോയി പോലീസിൽ കിടങ്ങി. പിന്നീടാണ് അറിഞ്ഞത് നീലിമയെ റേപ്പ് ചെയ്ത ചെറുപ്പക്കാരൻ ആ വീട്ടിലെ ഒരു മകൻ ആയിരുന്നെന്ന്. ആ അച്ഛനും അമ്മക്കും ഒരുപാട് വർഷങ്ങൾ കൂടി ഉണ്ടായതാണെന്ന് ആ മകനെന്നൊക്കെ. അങ്ങനെ ഓരോരോ ദുരന്തങ്ങൾ അവർക്ക് പിന്നിൽ ഓരോന്നായി വന്നുകൊണ്ടിരുന്നു. നീലിമയുടെ അച്ഛനും അമ്മയും കൂടി മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തിരുപ്പതിക്ക് പോയതായിരുന്നു. അവർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട് ഒരു ട്രാക്ടറും കൂടി ഇടിച്ച് 2 പേരും ആ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. ഇതൊന്നും അറിയാതെ പാവം നീലിമ ആശുപത്രി കിടക്കയിലും. അവൾ പ്രഗ്നന്റ് ആണെന്ന് പിന്നീട് അറിഞ്ഞപ്പോൾ അവർ വീണ്ടും സങ്കടക്കടലിലേക്ക് ആഴ്ന്നു പോയിരുന്നു എന്ന് അല്പം ആശ്വാസം ലഭിക്കുവാനായിരുന്നു അവർ അമ്പലത്തിൽ പോയതെന്നൊക്കെ അടുത്ത വീട്ടിലെ ആളുകൾ പറഞ്ഞു ഞാൻ അറിഞ്ഞു. ഇതിനേക്കാൾ എല്ലാം ഞങ്ങളെ പരീക്ഷിച്ചത് ശിവ ആയിരുന്നു. അവൻ ദുബായിലേക്ക് അവൻ്റെ കൂട്ടുകാരൻ വഴി ഒരു ജോലി റെഡിയാക്കി പോയി. നീലിമയെ കാണാൻ പോലും അവൻ കൂട്ടാക്കിയില്ല. അവനെ കുറ്റം പറയാൻ പറ്റൂലല്ലോ. അവൻ്റെ വീട്ടുകാരും ഈ ബന്ധത്തിന് സമ്മതിക്കുന്നുണ്ടായിരുന്നു. എന്നെ കാണുവാൻ വേണ്ടി കാത്തുനിന്ന പാവം നീലിമക്ക് ഇങ്ങനെ സംഭവിച്ചത് ഞാൻ കാരണമായിരുന്നു.
അത് എന്നെ ഒരുപാട് സങ്കടപ്പെടുത്തി. ശരിക്കും എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. വിവാഹ സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞ നീലിമ പാവം അവൾ ഒടുവിൽ ഒരു മാനസിക രോഗിയെപ്പോലെ ആയിരുന്നു പിന്നീട് പെരുമാറിയത്. പലപ്പോഴും അവൾ വീട് വിട്ട് ഇറങ്ങിപ്പോകും. കുട്ടികളൊക്കെ ഉപദ്രവിക്കും. അയൽവീട്ടിലെ ആളുകൾക്ക് പോലും അവളെ കാണുന്നത് ഞെട്ടലായിരുന്നു. ഇപ്പോൾ അവൾക്ക് ഈ ലോകത്ത് ആരുമില്ല. സ്വന്തം എന്ന് പറയാൻ ഉണ്ടായിരുന്നവർ എല്ലാം ഈ ലോകത്ത് നിന്ന് അവളെ ഒറ്റക്കാക്കിപ്പോയി. ആകെ അവൾക്കുള്ളത് ഇപ്പോൾ ഞാൻ മാത്രമാണ്. പറയൂ പ്രിയ, ഇനി ഞാൻ എന്താണ് വേണ്ടത്? ഇതാണ് എൻ്റെ അവസ്ഥ. എൻ്റെ ഈ കണ്ടീഷനിൽ ഒരു വിവാഹം, അത് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നോട് പോലും അവൻ്റെ ഓരോരോ വാക്കുകൾക്ക് മുന്നിലും പ്രിയ മൗനമായി നിന്നത് മാത്രം. എൻ്റെ അവസ്ഥ ഇപ്പോൾ നിനക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. നിരഞ്ജൻ അവളെ നോക്കാതെയാണ്